ആ മരുഭൂമിയിൽ ജപ്പാന്റെ സഹായത്തോടുകൂടി അഹാഷ് എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഞാൻ അതിന് തറക്കല്ലിട്ടു. ഞാൻ മൂന്നാമത് മുഖ്യമന്ത്രി ആയപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു. അതുകൂടി ആ പ്രദേശമൊക്കെ ആ തരിശുഭൂമിയിൽ നല്ല കൃഷി, അത്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. എന്നിട്ട് അവസാനം ആദിവാസികളെ ചുട്ടുകരിച്ചെന്ന പ്രതിനിധിക്ക് കിട്ടുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? മുത്തങ്ങ ദേശീയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. മൃഗസംരക്ഷണത്തിന്റെ വന്യമൃഗങ്ങളുടെ സാങ്ച്വറിയാണ്. അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട ആരൊക്കെയോ പ്രേരണയിൽ കുറെ ആദിവാസികൾക്ക് കയറി കുടികെട്ടി. മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണ്, നിങ്ങൾ പഴയ അന്നത്തെ വയനാട് എഡിഷൻ മാധ്യമങ്ങൾ നോക്കണം. എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളിലെ ആദ്യത്തെ വയനാട് എഡിഷന്റെ വാർത്തകൾ നോക്കണം. അവിടെ മുത്തങ്ങയിൽ ആദിവാസികൾ ആദ്യം കയറി കുള്ളുകെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ കർഷക സംഘടനകളും, എല്ലാ മാധ്യമങ്ങളും, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, എല്ലാ മാധ്യമങ്ങളും വയനാട് എഡിഷൻ പത്രം അവരെ ഇറക്കി വിടണമെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ആക്ഷൻ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം മാറി, രാഷ്ട്രീയ പാർട്ടികളിൽ കുറെ മാറി. അവിടെ സംഘർഷമുണ്ടായി, പോലീസുമായി ഏറ്റുമുട്ടി, ഒരു ആദിവാസിയും ഒരു പോലീസുകാരനും മരിച്ചു. ഡൽഹിയിൽ നിന്ന് വരെ ആൾക്കാർ അവിടെ വന്നു. അവരുടെ പലരുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഞാൻ ആ സംഭവം രക്ഷിക്കാൻ അന്ന് കേന്ദ്രത്തിൽ വാജ്പേയിയാ ഭരിക്കുന്നു, കോൺഗ്രസ് അല്ല. ഞാൻ CBI എൻക്വയറിക്ക് വിട്ടു. എനിക്കിവിടെ ഒരു അഭ്യർത്ഥനയുണ്ട്. മുത്തങ്ങ സംഭവത്തെ കുറിച്ച്, പോലീസ് ആക്ഷനെ കുറിച്ച്, ആദിവാസി സമരത്തിന് പിന്നിലുള്ള സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ റിപ്പോർട്ട് എന്താണ്? അതിലാരെയാ കുറ്റപ്പെടുത്തത്? ആർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടത്? ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടൊന്ന് പ്രസിദ്ധീകരിക്കുക, ഞങ്ങൾ അറിയട്ടെ. അവസാനമായ ഒരു കാര്യം, ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനത്തായി ചോദിച്ചല്ലോ. 21 വർഷമായല്ലോ. അതിനുശേഷം എത്ര ഗവൺമെന്റ് മാറി മാറി വന്നു. ആദ്യം UDF ഗവൺമെന്റ്. UDF ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല, മുത്തങ്ങ വന്യമൃഗ സങ്കേതം നിലപാടാണ്. അതുകൊണ്ട് UDFനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതിനുശേഷമുള്ള 15 വർഷക്കാലം VS അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും ഗവൺമെന്റുകളാണ്. അവരുടെ കാലത്ത് അന്ന് വന്യമൃഗ സങ്കേതത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കിവിട്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അന്ന് ആദിവാസികളെ ഇറക്കിവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവയോൺമെന്റ് മിനിസ്ട്രി കത്ത് കേരള ഗവൺമെന്റിന്. ഇത് തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത്. നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഈ കയ്യേറ്റം അനുവദിക്കാൻ പാടില്ല. അവരുടെ താക്കീത് കൂടി വന്നതിന് ശേഷമാണ് ആക്ഷൻ ഉണ്ടായത്. അതിനെല്ലാം കുറിച്ച് CBI അന്വേഷണം വന്നു. ആ റിപ്പോർട്ട് ഗവൺമെന്റ് കയ്യിലുണ്ട്. അതൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് 21 വർഷമായി. പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു. മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആക്റ്റീവ് അല്ല, റിട്ടയറും അല്ല. ആക്റ്റീവല്ല, റിട്ടയറും അല്ല. റിട്ടയർ ചെയ്യാൻ മരണം വരെ റിട്ടയർ ചെയ്തിട്ടില്ല. കാരണം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ട് ഭരിക്കണമെന്നുണ്ട്. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ എന്റെ ഗവൺമെന്റ് ആദിവാസികളെ ഇറക്കിയത് തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുടിൽ കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാധ്യമല്ല. കാരണം അത് നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇല്ലേ വസ്തുത?
അത് ഗവൺമെന്റിന്റെ ഭാഗം. ഈ അച്യുതാനന്ദൻ ശ്രമിച്ചിട്ടില്ല, മേനാട് ശ്രമിച്ചിട്ടില്ല. 15 വർഷത്തിനിടയിൽ LDFന്റെ ഭരണം അവിടെ ആദിവാസികളെ പുനരധിവസിപ്പിക്കാനോ കുടിൽ കെട്ടാനോ അനുവദിച്ചിട്ടില്ല. എനിക്ക് മാത്രം വഴി. പക്ഷെ അവര് 15 വർഷം വെച്ചിട്ടും അവര് ആദിവാസികളെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ.